നമ്മൾ ഇന്ന് നല്ലൊരു ഫിഷ് മസാല ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതവിടെ കുറച്ച് ആവോലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വലുതല്ല, നല്ല കുട്ടി ആവോലി ഉണ്ടായിരുന്നു 3 എണ്ണം. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ട്, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് മുരിയൊന്നും വേണ്ട, ജസ്റ്റ് 2 സൈഡൊന്നും ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിട്ട് ഹാഫ് കുക്ക് ആകുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് മാറ്റുകയാണേ. ആവോലൊന്നും തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് ടൈപ്പ് മീനായാലും കുഴപ്പമില്ല. നമ്മൾ ആ ഒരു മസാലയൊക്കെ ചെയ്തെടുക്കുമ്പം ഏത് ടൈപ്പ് മീനായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ആ ഒരു സെയിം പാനിൽ എണ്ണയിൽ തന്നെ നമ്മൾ ഒരു 2-3 ചെറിയ സവാള ആണെങ്കിൽ ഒരു 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം കേട്ടോ, അത്രയും ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ നമ്മൾക്ക് ആ ഒരു മസാലയ്ക്ക് നമുക്കറിയില്ല, അതിനനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് എരിവുള്ള പച്ചമുളകൊന്നുമല്ല, 2 എണ്ണം ചേർത്ത് കൊടുത്ത് ഏകദേശം നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇവിടെ കുറച്ച് ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫിഷ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഗരം മസാല, ബിരിയാണി മസാല ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് സിമ്മിൽ കുറച്ച് സമയം കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും, ഇങ്ങനെ ഉടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ആ ഒരു എണ്ണയോട് കൂടി തന്നെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആ ഒരു മസാല അതിൻ്റെ മേലെ ഒന്നിങ്ങനെ പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട, മീൻ മുറിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ചൂട് തന്നെ ഇരുന്ന് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ആ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടിട്ട് ഒരു 10 മിനിറ്റൊക്കെ നമ്മളൊന്നിങ്ങനെ മാറ്റി വെക്കാം. പിന്നെ ഇതാ ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വാട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ പച്ച ഇല തന്നെയാണ്. എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മൾ മസാല കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ വാഴയില കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ. നൈബേഴ്സിൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അവർ തരിക. അപ്പോൾ അവർക്കും വാഴ കുറവാണ്, അപ്പോൾ അവർ കുഞ്ഞ് 1-2 ഒക്കെ തരുകയുള്ളൂ. അപ്പോൾ ഞാൻ അത് പറ്റുന്ന പോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വലിപ്പമില്ലാത്തതുകൊണ്ട് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒരു നൂലൊക്കെ വെച്ച് ജസ്റ്റ് കെട്ടിക്കൊടുത്തു. എന്നിട്ട് പാനിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം സിമ്മിൽ ഒരു 4-5 മിനിറ്റ് ഒന്ന് ആക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ എണ്ണയൊക്കെ ഇറങ്ങി വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഴൻ്റെ ഇല പൊട്ടിയിട്ട് അതിൽ നിന്ന് വന്നതാണ്. എന്നിട്ടത് കുറച്ച് സമയം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡും ഒരു 5 മിനിറ്റ് ഒന്നും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാഴൻ്റെ ഇലേൻ്റെ ഫ്ലേവറൊക്കെ ആ മീനിലേക്ക് ശരിക്കും വന്നോളൂ. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് മീനായാലും ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു മസാലയുടെ ടേസ്റ്റും വാഴൻ്റെ ഇലയിൽ പൊള്ളിച്ച ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയൊരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരുവിധം പൊട്ടിപ്പോവാത്ത രീതിയിൽ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആ നൂലൊക്കെ മാറ്റിയിട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. വാഴൻ്റെ ഇലൻ്റെയും പിന്നെ ആ ഒരു മസാല എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മീൻ നമ്മൾ ഒരുപാട് അങ്ങ് കുക്കാക്കിയിട്ടില്ലായിരുന്നു, പക്ഷേ ബാക്കി ഇതിൽ തന്നെ കിടന്നിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മസാലയും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.